ഇറാനുമായുള്ള നിർണായക ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാകാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഇറാനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഒരു കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. അന്താരാഷ്ട്ര കപ്പൽപാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുക എന്നതിനപ്പുറം എന്തെങ്കിലും തന്ത്രം ഇറാന്റെ പക്കലുണ്ടോ എന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. എന്നാൽ സത്യം മറിച്ചാണ്. ഇതൊരു വിലയിരുത്തലാണ്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ സൈനിക നീക്കത്തിലൂടെ വധിച്ച ഇസ്രയേലിനും അമേരിക്കയ്ക്കും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നോ എന്ന ചോദ്യം. ഇറാനിൽ അധികാരമേറ്റ പുതിയ ഭരണകൂടം മുൻപത്തേക്കാൾ തീവ്രവും അപകടകാരിയുമാണ് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഇസ്രയേൽ പാർലമെന്റിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ ഭരണ നേതൃത്വം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ കടുത്ത പ്രത്യയശാസ്ത്ര വാശിയുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാണ് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ലബനനിൽ പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പിലാക്കുക, ഉപരോധത്തെ തുടർന്ന് വിദേശ ബാങ്കുകളിലെ മരവിപ്പിക്കപ്പെട്ട 10,000 കോടി ഡോളറിന്റെ ആസ്തികൾ വിട്ടുനൽകുക, ഈ ആവശ്യങ്ങളാണ് ഇറാന് പ്രധാനമായുമുള്ളത്. ഈ നിബന്ധനകൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്കില്ല എന്നാണ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫ് വ്യക്തമാക്കിയത്. ഇസ്രയേൽ ലബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരാൻ പാടില്ല, അത് സമാധാന കരാറുകളെ അട്ടിമറിക്കുമെന്ന് അബ്ബാസ് അരാക്ചിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പരസ്യ നിലപാട്. 6 ആഴ്ചയായി തുടരുകയാണ് സംഘർഷം. അതിന് അറുതി വരുത്താൻ ട്രംപ് നേരിട്ട് ഇടപെട്ടാണ് സമാധാന നീക്കങ്ങൾ സജീവമാക്കിയത്. ഇറാൻ ആത്മാർത്ഥത കാണിക്കണമെന്നും അമേരിക്കയെ പരീക്ഷിക്കാൻ മുതിരരുത് എന്നും വാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കത്തിന് അമേരിക്കൻ പടക്കപ്പലുകൾ പൂർണ്ണ സജ്ജമാണെന്ന് ട്രംപ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഈ കപ്പലുകളിലുണ്ട്. ഇറാൻ എന്ന രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ സമവായ ചർച്ചകൾക്ക് അവർ തയ്യാറായതുകൊണ്ടാണ് എന്നും ട്രംപിന്റെ വാദം. ഇറാൻ ആണവായുധ പദ്ധതികൾ ഉപേക്ഷിക്കാൻ സമ്മതിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ അവർ വാക്കുമാറ്റുകയാണ് എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളിയിരിക്കുന്നു. ആണവ പദ്ധതികളുടെ കാര്യത്തിൽ മുൻകൂർ നിബന്ധനകളൊന്നും അംഗീകരിച്ചിട്ടില്ല. സമാധാനപരമായ ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനുമായി യുറേനിയം സമ്പുഷ്ടീകരണം തുടരും എന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. തങ്ങളുടെ ലക്ഷ്യം ബോംബ് നിർമ്മാണമല്ല എന്നും അവർ ആവർത്തിക്കുന്നു. 40 ദിവസത്തിലേറെ യുദ്ധം തുടരുകയാണ്. ആഗോളതലത്തിൽ ഇന്ധന പെട്രോകെമിക്കൽ മേഖലകളിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സൈനിക ആസ്തികൾ നഷ്ടപ്പെടുകയും അതീവ അപകടകരമായ സാഹചര്യത്തിൽ 2 വ്യോമസേനാംഗങ്ങളെ രക്ഷപ്പെടുത്തേണ്ടി വരികയും ചെയ്തിരുന്നു. ഇത്രയധികം നാശനഷ്ടങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷവും ഇറാനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി എന്ന വിലയിരുത്തൽ പാശ്ചാത്യ ശക്തികളെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. 8000-ലധികം വ്യോമാക്രമണങ്ങൾ ഇറാനിൽ നടത്തിയതായാണ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർണായക സമാധാന ചർച്ചകൾ ശനിയാഴ്ച ആരംഭിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാറെഡ് കുഷ്ണർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകളിൽ പങ്കെടുക്കും. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറാനെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുക്കുക. ലബനനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അടുത്ത ആഴ്ച വാഷിംഗ്ടണിലും നടക്കും. എന്നാൽ ഇറാനിൽ ഇസ്രയേലിന് ഇനിയും പൂർത്തിയാകാത്ത ദൌത്യങ്ങളുണ്ട് എന്ന നിലപാട് മേഖലയിൽ വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.